മരത്തുനിന്ന് വീണെന്നറിഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് ഇപ്പോഴാണ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. ചികിത്സയ്ക്ക് നിവർത്തിയില്ല, ഒന്നിനും നിവർത്തിയില്ല. മാസം 3000 രൂപ വാടക അവിടെ തന്നെ കൊടുക്കണം. ഇരുന്ന കമ്പ് വിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കമ്പ് ഒടിഞ്ഞു കമ്പ് ഒടിഞ്ഞു. മക്കളെ വാർത്ത കൊടുക്കാം, നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാം കൊടുക്കാം കേട്ടാ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആലങ്കോട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അറിയാൻ കഴിയില്ല. നമ്മുടെ ഈ ആറ്റിങ്ങിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആലങ്കോട് ഒരു ഡൈവേഴ്ഷൻ ഉണ്ട്. അവിടെ ഈ പറയുന്ന ഗുരുനാഥൻ കാവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ബിജു അണ്ണനാണ് എന്നോട് പറഞ്ഞത്. സുധീഷൻ ചെറുപ്പക്കാരൻ, 26 വയസ്സേ ഉള്ളല്ലേ. അവന് കുരുമുളക് പറിക്കാൻ വേണ്ടി കയറിയതാണ്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എനിക്കതിനെ കണ്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ചെറുപ്പക്കാരൻ അവനിങ്ങനെ ഒരു കിടക്കയിലായിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയല്ലേ അമ്മ തന്നെ. എൻ്റെ വിധത്തിൽ എൻ്റെ മോനെ ചികിത്സിക്കാനുള്ള നിവർത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. സുധീഷിൻ്റെ വീട് തൊട്ട് താഴെയാണ്. അവിടെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവന് താമസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തൊട്ട് മുകളിൽ അവൻ്റെ മാമൻ്റെ വീടുണ്ട്. ആ വീട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വീട് ഒരു കൂര അല്ലേ, അത് ചോന്നൊലിക്കുന്ന വീട് പോയിരിക്കുന്നു. പിന്നെ അവനെ കൊണ്ടുപോകാനോ ഒന്നിനും സൗകര്യമില്ല. പഴയ പണ്ടത്തെ വീടാണ്. അതിനകത്ത് കയറാനോ ഒന്നിനും വാക്കില്ല. എൻ്റെ മോനെ നാട്ടുകാരെല്ലാവരും കൂടെ സഹകരിച്ച് എൻ്റെ മോനെ നടത്തിച്ച് തരാനുള്ള ഇതും പിന്നെ ഒരു വീട് കൂടെ. ചികിത്സ ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പിക്ക് ദിവസം 300 രൂപ വേണം. പിന്നെ 3000 രൂപ വാടക, പിന്നെ കറണ്ട് ബില്ല്, ഇതെല്ലാം വേണം. സ്വന്തം വീട്. ഇപ്പം നമ്മൾ ഫിസിയോതെറാപ്പി സ്ഥലത്ത് നിന്നാണ് വന്നത്. അച്ഛനുണ്ട്, കൂലിപ്പണി. 2 വർഷം കഴിഞ്ഞു. വീട് വന്ന് കണ്ടാലറിയാം. വീട്ടിൽ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങാൻ ഒക്കില്ല. ഈ വന്ന സംഭവം നടന്ന അന്നോട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ചികിത്സ സ്ഥലത്തായിരുന്നു. ഇന്ന് ശനിയാഴ്ച വന്ന് അവൻ ഇനി അങ്ങോട്ട് ചികിത്സയ്ക്ക് നിവർത്തിയില്ല. ചികിത്സയ്ക്ക് നിവർത്തിയില്ല, ഒന്നിനും നിവർത്തിയില്ല. മാസം 3000 രൂപ വാടക അവിടെ തന്നെ കൊടുക്കണം. പിന്നെ ചികിത്സ സ്ഥലത്ത്, പിന്നെ കറണ്ട് ബില്ല്, പിന്നെ നമ്മളെ ഭക്ഷണം, പിന്നെ ഇത് ഫിസിയോതെറാപ്പി ചെയ്യണതിന് 300 രൂപ ദിവസം. വർഷാപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് കുരുമുളക് പറിക്കാൻ കയറി മരത്തിൽ കയറി ഇരുന്ന കമ്പ് വിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. കമ്പ് ഒടിഞ്ഞു. താഴെ വന്ന് ഇരുന്ന് അങ്ങനെ നട്ടലിന് പൊട്ടല് വന്ന് താഴോട്ടാണ് ഇറങ്ങാൻ പറ്റാത്ത. നീ നല്ല ജിമ്മൊക്കെ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്കല്ലേ പറഞ്ഞു. എന്തായാലും ഭയങ്കര സങ്കടമായി. എൻ്റെ ഒരു വാർത്ത രാവിലെ വിളിച്ച് പറഞ്ഞു, ഉച്ചയ്ക്ക് ഞാൻ എത്തി. അതെന്തായാലും നിന്നെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും ഗ്ലാമറുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ. വേറെ ആരും പറയുന്നുണ്ടോ എനിക്ക് സൗന്ദര്യം ഇല്ലെന്ന്? അത്രയും നല്ല ഗ്ലാമറുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ. എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. വിളിച്ചേട്ടാ വിളിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത്. ചേട്ടാ അവൻ്റെ അവസ്ഥ ഭീകരമാണ് ചേട്ടാ. ഞാനും അവനെ ഈ ആക്സിഡന്റ് അങ്ങനെ അറിഞ്ഞെന്നല്ല, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യം വലിയ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ജിമ്മിനൊക്കെ പോയി നല്ല വർക്ക്ഷോപ്പിലൊക്കെ പോയി നല്ല ഇതായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. മരത്തുനിന്ന് വീണെന്നറിഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് ഇപ്പോഴാണ് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. വളരെ വിഷമമുള്ള കാര്യം. ബീച്ചിൻ്റെ ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ്. ഇവിടെ എന്ത് വിഷയമുണ്ടല്ലോ നമ്മൾ വെച്ച് പറഞ്ഞ ആൾക്കാരും കൂടെയാണ്. പക്ഷെ ഞാനും വന്ന് മോനെ നിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ സങ്കടം കേട്ടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ ഇപ്പം എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? എന്തെങ്കിലും സഹായങ്ങൾ ഇടയ്ക്കൊക്കെ കുറച്ച് പേരൊക്കെ സഹായിച്ച്, പിന്നെ ആരും എല്ലാവരും കാര്യങ്ങൾ മറന്നു പോകുമല്ലോ. എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പരോ അക്കൗണ്ട് നമ്പറോ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഞാനത് കൊടുക്കാം. ഞാനതിൻ്റെ സ്റ്റോറിലൂടെ ആഡ് ചെയ്യാം. പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം വെച്ചാൽ ആരും കാശ് അയച്ചില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. സ്റ്റോറിയുടെ കൂടെ ആഡ് ചെയ്യാം.
ഗൂഗിൾ പേ ഒന്ന് പറയാം. 85 ആ. 89 06 00 78. 85 89 06 00 78. സുധീഷ്. സുധീഷ്. ആ പേര് തന്നെയാണോ ഗൂഗിൾ ആ പേ? ആ പേരിലാണ്. എന്തായാലും നമ്മൾ ഈ സ്റ്റോറുടെ കൂടെ ആ ഗൂഗിൾ പേ നമ്പറൊക്കെ ആഡ് ചെയ്യാം. പിന്നെ സുധീഷിൻ്റെ പേരും ആഡ് ചെയ്യാം. അമ്മ കാശൊന്നും വന്നില്ലെങ്കിൽ നമ്മളൊന്ന് കുറ്റപ്പെടുത്തരുത്. ചികിത്സയ്ക്കൊക്കെ നമ്മൾ ഓരോരുത്തർ എല്ലാവരും അടുത്തും പറഞ്ഞ് അവരൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചു തന്നു. ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള ചികിത്സയ്ക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം വെച്ചാൽ അത്രയും സുന്ദരനായ ഒരു മനുഷ്യനെ പൊതു സമൂഹത്തിലേക്ക് നമ്മൾ വാർത്തയിൽ കൊണ്ടുവരികയാണ്. അതിന് വല്ല കുഴപ്പമുണ്ടെന്ന് ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ വാർത്ത ചെയ്യട്ടെ. ചെയ്തു. നമ്പർ വായിക്കട്ടെ. അയച്ചു. എനിക്ക് പോലും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ബിജുണ്ണാണ് നമ്മളവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബിജുണ്ണെ വിളിച്ച രാവിലെ തന്നെ വിളിച്ചു. ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ട്. മുമ്പൊരിക്കൽ പറഞ്ഞാൽ അന്ന് ഇവിടെ ഇല്ലായിരുന്നു സ്ഥലത്തിൽ. ഞാൻ ഇല്ലായിരുന്നു അല്ലേ? ചികിത്സാ സ്ഥലത്തായിരുന്നു. ഓ, അത് എവിടെയായിരുന്നു ചികിത്സ? കാഞ്ഞിടത്തും കടയ്ക്കലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ശനിയാഴ്ച. എന്തായാലും ബിജുണ്ണൻ രാവിലെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി. ബാക്കി വർക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ബിജുണ്ണൻ ഓടി വന്നു. മക്കളെ എന്തായാലും വാർത്ത കൊടുക്കും കേട്ടോ. വാർത്ത കൊടുക്കാം. നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാം കൊടുക്കാം കേട്ടാ. ചേട്ടാ നിങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ അല്ലേ? ആ വഴിയുടെ കേസൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ രണ്ടുപേരെ വഴിയാണ് ആ വഴി. ഞാൻ വന്ന് കണ്ടപ്പോഴത്തേക്ക് ആ വഴിക്ക് നടുക്കൂടെ എന്തൊക്കെയോ നട്ടാക്കിയാണ് അല്ലേ? ആ, അങ്ങനെ കിടക്കുന്നു. നിങ്ങളൊക്കെ അല്ലേ ഇവിടുത്തെ നാട്ടുകാർ? സെറ്റ് വഴിയൊന്നും ഒന്നും ആവൂല. ഇങ്ങോട്ടുള്ളത് വഴി അങ്ങോട്ടുള്ള വഴി അങ്ങോട്ട് 2-3 വീട്ടുകാരൊക്കെ ഉള്ള വഴിയും ഇങ്ങോട്ടുള്ളത് ഇവിടെ സഹോദരനുള്ള വഴിയുമാണ്. ശരി, എന്തായാലും ഞാൻ അത്തലാഭം മേടിച്ച് ചേർത്തതാണ് വഴിക്ക് വേണ്ടി. അതുകൊണ്ട് ഇന്ന് എൻ്റെ മോനെ ഞാൻ എടുത്തോണ്ട് വരാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊരു വയലിൽ കൂടെ. അപ്പൊ അണ്ണ നിങ്ങളൊക്കെ ഏൽപ്പിക്കണേ. നിങ്ങൾ വിളിച്ചപ്പോൾ നമ്മൾ ഓടി വന്നു. നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ വഴിയുടെ കേസ് ഒന്ന് ശരിയാക്കി കേട്ടോ. ഏതായാലും ബിജു അണ്ണക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തനാണ്. ഞാൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ബിജു അണ്ണ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ചെറുപ്പക്കാരൻ്റെ കാര്യം, സുധീഷിൻ്റെ കാര്യം. സുധീഷേ, നമ്മളൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട. വിസ്മേഷനുണ്ട് ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മലയാളം സൈനിക.